പഞ്ചസാരയും ശർക്കരയും ഒന്നും ചേർക്കാതെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഹെൽത്തി ലഡുവാണിത്. അയൺ ആൻഡ് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഈ ലഡു എളുപ്പത്തിൽ എങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. അതിനാദ്യമായിട്ട് നമുക്ക് വേണ്ടത് കുറച്ച് റാഗിപ്പൊടിയാണ്. ഇവിടെ ഇപ്പോൾ ഒരു 5 ടേബിൾ സ്പൂൺ റാഗിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു ടീസ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നല്ല തിളച്ച വെള്ളം വേണം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ. മാവ് അധികം ലൂസായി പോകാനും പറ്റില്ല, അധികം കട്ടിയാവാനും പറ്റില്ല. അപ്പോൾ നമ്മൾ 2-3 പ്രാവശ്യം വെള്ളം കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടാണ് ഇത് കുഴച്ചെടുത്തത്. അടയൊക്കെ പരത്തണ ആ ഒരു കൺസിസ്റ്റൻസിയിൽ വേണത് കുഴച്ചെടുക്കാനായിട്ട്. ഒന്ന് ചൂടാറിയതിന് ശേഷം കൈകൊണ്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് നിലക്കടല ആവശ്യമായിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ വറുത്ത നിലക്കടലയാണ് എടുത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ വറുത്തതല്ല, പച്ച നിലക്കടലയാണെങ്കിൽ അതൊന്ന് വറുത്തെടുത്തതിന് ശേഷം വേണം ഉപയോഗിക്കാൻ. വറുത്തതാണെങ്കിലും ഒന്ന് ചൂടാക്കി എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ക്രിസ്പിനെസ് ആവും ചെയ്യും. പിന്നെ അത് മാത്രമല്ല, ലഡു പെട്ടെന്ന് കേടാകാതിരിക്കാനും അത് സഹായിക്കും. ഇപ്പോൾ അത് കറക്റ്റ് പാകമായിട്ട് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിത് ഓഫ് ചെയ്യാം. ഒന്ന് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം. നേരത്തെ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ആ റാഗി ഉണ്ടല്ലോ, അത് കൈകൊണ്ട് നന്നായിട്ട് കുഴച്ചിട്ട് ചെറിയ ഉരുളകളാക്കി പരത്തി ദോശച്ചട്ടിയിൽ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട്, ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് ഒന്ന് ചുട്ടെടുക്കാം. റാഗിയുടെ ആ പച്ചമണം മാറാനും പിന്നെ നന്നായിട്ട് വെന്തില്ലെങ്കിൽ ചിലപ്പോൾ വയറിന് അസ്വസ്ഥത വരാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇത് കൈക്കൊണ്ട് തന്നെ ഒന്ന് പരത്തിയെടുക്കാം. പരത്തിയതിന് ശേഷം സ്റ്റവ് ഓൺ ചെയ്താലും മതി. റാഗിയിൽ ധാരാളം കാൽസ്യം, ഫൈബറും ഒക്കെ അടങ്ങിയിട്ടുണ്ടല്ലോ. പിന്നെ നമ്മളിവിടെ പഞ്ചസാരയ്ക്ക് പകരം ഈന്തപ്പഴമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ പ്രോട്ടീന് വേണ്ടിയിട്ട് നിലക്കടല ഉണ്ട്. പിന്നെ നെയ്യും കൂടി ചേരുമ്പോൾ ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ലഡു ആയിട്ട് മാറും. അതുകൊണ്ട് തന്നെ കുട്ടികൾക്കും ഒക്കെ നമുക്ക് ധൈര്യമായിട്ട് കൊടുക്കാൻ പറ്റും. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ. ഇതിപ്പോൾ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. കൂടുതൽ മൊരിയേണ്ട ആവശ്യമില്ല. കുറച്ച് ക്രിസ്പി ആവുന്ന സമയത്ത് തന്നെ നമുക്കിത് മാറ്റാം. അതിനുശേഷം ഇത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചെടുക്കാം. അതിനുശേഷം മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം. പൾസ് മോഡിലിട്ടിട്ട് ചെയ്താലും മതി കേട്ടോ. ഇവിടെ ഇപ്പോൾ 2 പ്രാവശ്യമായിട്ടാണ് ഇത് പൊടിച്ചെടുത്തിരിക്കുന്നത്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമുക്ക് കിട്ടാനായിട്ട്. ഇനി ഇതിലേക്ക് മധുരത്തിനായിട്ട് കുറച്ച് ഈന്തപ്പഴം എടുത്തിട്ടുണ്ട്. ഒരു 10-12 ഈന്തപ്പഴം ഇവിടെ എടുത്തിട്ടുണ്ട്. അതൊന്ന് കുരു കളഞ്ഞിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് നന്നായിട്ട് അരച്ചെടുക്കണം. ഈ ഈന്തപ്പഴത്തിലേക്ക് കുറച്ച് നമ്മൾ റാഗി നേരത്തെ പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 ടേബിൾ സ്പൂണോളം റാഗി ഈ ഈന്തപ്പഴത്തിലൊന്ന് ഇട്ട് കൊടുത്തിട്ട് അങ്ങനെയാണ് പൊടിച്ചെടുക്കുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഈന്തപ്പഴം ആ മിക്സിയിലൊന്നും ഒട്ടിപ്പിടിക്കാതെ തന്നെ കിട്ടും, അധികം ഒട്ടിപ്പിടിക്കാതെ. ഇനി നേരത്തെ വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള ആ നിലക്കടല തൊലി കളഞ്ഞിട്ട് നമുക്ക് എടുക്കാം. അതൊന്ന് ക്രഷ് ചെയ്തിട്ട് എടുക്കണം, അധികം പൊടിയാതെ. ഇനി ഇതും കൂടി നമുക്കിതിലേക്ക് ചേർക്കാം. ഈ സമയത്ത് നമുക്ക് വേണമെങ്കിൽ എക്സ്ട്രാ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഒരു 2 ടീസ്പൂൺ നെയ്യൊക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. പക്ഷെ ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടില്ല. എക്സ്ട്രാ നെയ്യ് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ കൂടുതൽ ടേസ്റ്റി ആയിരിക്കും, ഒപ്പം കൂടുതൽ ഹെൽത്തി ആയിരിക്കും. കേടാകാതിരിക്കാനും നല്ലതാണ്. ഇനി ഇത് ചെറിയ ഉരുളകളാക്കിയിട്ട് ഉരുട്ടിയെടുക്കാം. രാത്രി കഴിക്കാൻ പറ്റിയ റാഗി ഉപയോഗിച്ചിട്ടുള്ള കുറച്ച് റെസിപ്പീസ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിൽ വളരെയധികം സന്തോഷം. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ഒക്കെ ചെയ്യണേ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം കൂടി അറിയിക്കണേ. എന്തായാലും അടുത്ത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് വരാം. താങ്ക്